അപ്പം എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ ഇവിടെ? ഞാനിവിടെ കുറച്ച് ട്രെയിനിങ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അറിയാവോ? ആരുമില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരു വൈ എന്ന് ടൈപ്പ് ചെയ്യോ? നിങ്ങളൊക്കെ എനർജി എവിടെ പോയി? രാവിലെ ആയിട്ട് ഇത്രയും ടൈം വെയിറ്റ് ചെയ്യിപ്പിച്ചതാണോ എനർജി ഇല്ലാത്ത? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കടക്കാം. എന്റെ ഐ കോണ്ടാക്ട് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, കാരണം ഇത് ഞാൻ ലാപ്ടോപ്പിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഐ കോണ്ടാക്ട് കറക്റ്റ് ആവുമോന്ന് അറിയത്തില്ല. എനിവേ, ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്കൊക്കെ പാലിക്കാൻ കഴിയാറുണ്ടെങ്കിൽ വൈ, ഇല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ ചില ടാസ്കുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓഫീസിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈഫിൽ? ഉണ്ടായിട്ടുള്ളവര് വൈ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലാത്തവര് എൻ എന്ന്, നോക്കി എൻ. ഓക്കെ, വൈ ഫോർ യെസ്, എൻ ഫോർ നോ. പല ടാസ്കും മിസ്സാകുന്നുണ്ട്. യെസ്, വൈ, എൻ, വൈ, ചിലപ്പോൾ. അപ്പോൾ പലർക്കും അത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിന്റെ കണ്ടന്റ് വരുന്നത് എന്താണ് ടൈം മാനേജ്മെന്റ്? നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം വരുന്നത് ടൈം മാനേജ്മെന്റിന്റെ കുറച്ച് ടിപ്സും കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഓൾ ഫോർ യുവർ റെസ്പോൺസ്. ടൈം മാനേജ്മെന്റിന്റെ ടിപ്സും സ്ട്രാറ്റജീസും ആണ് അടുത്തതായിട്ട് വരുന്നത്. ആദ്യം നമുക്ക് ഈ കോട്ട് ആരെങ്കിലും ഒന്ന് വായിക്കോ? ആരെങ്കിലും ഒന്ന് ഈ ഒരു കോട്ട് വായിക്കാവോ? The bad news is time flies. The good news is you are the pilot. Wow, thank you. So, ഈ ഒരു കോട്ട് പറയുന്നത് the bad news is time flies. The good news is you are the pilot. നമുക്ക് ഈ സമയത്തെ എങ്ങനെ വേണമെങ്കിലും സമയം പോയിക്കൊണ്ടിരുന്നാലും ആ സമയത്തെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ദിശയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് ഈ ഒരു സമയത്തെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ്, അതായത് നമ്മൾ എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. സമയത്തെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്? ആരെങ്കിലും ഒന്ന് വായിക്കും. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? Time management is the process of coordinating tasks and activities which help you to be more organized and to achieve desired results. നമുക്കൊരു താങ്ക് യു സർ. നമുക്ക് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മൾക്ക് കൂടുതൽ ഓർഗനൈസ്ഡ് ആവണമെങ്കിൽ, നമ്മൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് ലൈഫിൽ ഗോൾസ് ഉണ്ടാവും. ആ ഗോൾസ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ടൈം മാനേജ്മെന്റ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ടാസ്കും ആക്ടിവിറ്റീസും, നമുക്ക് ചെയ്യാനുള്ള ടാസ്കും ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ, അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് ടൈം മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. Benefits of time management: reduce stress, work-life balance, get more done in less time, increase productivity, more opportunities, help to achieve goals faster. യെസ്, താങ്ക് യു സർ. അപ്പോ ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. അതായത് അത് സ്ട്രെസ് കുറയ്ക്കും, നമുക്കുള്ള സ്ട്രെസ് കുറയ്ക്കും. ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യുന്നതിലൂടെ സാധിക്കും. രണ്ടാമത്തത് വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യിപ്പിക്കും. നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ നമ്മുടെ വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ജോലിയിൽ എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ആൾക്ക് ജോലിയിലാണ് ഫുള്ള് കോൺസെൻട്രേഷൻ, വീട്ടിലെത്തി കഴിഞ്ഞാലും ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾ വിളിക്കും, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനോ ഫാമിലിക്ക് വേണ്ടി സമയം നീക്കി വെക്കാനോ ആൾക്ക് കഴിയുന്നില്ല എന്ന്. പക്ഷെ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിനെ പ്രൊഫഷണൽ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഗെറ്റ് മോർ ഡൺ ഇൻ ലെസ് ടൈം എന്നുള്ളതാണ്. അതായത് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കും. അതായത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ടൈം മാനേജ്മെന്റ്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോന്നിനും ഓരോ സമയമൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് ചിലപ്പോൾ നമ്മൾ ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ 10 ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നായിരിക്കും ചെയ്തു തീർക്കുന്നത്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഈ 10 നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്തതായിട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു ചെറിയൊരു ഇത് പറയാം. ഇപ്പം ഒരു അന്ന എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, അവള് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാം, പക്ഷെ അവൾക്ക് ടൈം മാനേജ്മെന്റ് ഒട്ടും ഇല്ല. അപ്പൊ ആൾക്ക് ടൈം മാനേജ്മെന്റ് ഇല്ല. അപ്പൊ പക്ഷെ അവളുടെ കൂടെയുള്ള എമ്മയ്ക്ക് നല്ല ടൈം മാനേജ്മെന്റ് ആണ്. അപ്പം ഒരു വർക്ക് ഒരിക്കൽ സാറ്, അതായത് അവരുടെ ബോസ് ഒരു വർക്ക് കൊടുത്തു. അപ്പൊ അത് 2 പേർക്കും കൊടുത്തു. അതായത് ടാസ്ക് എയും കൊടുത്തു, ടാസ്ക് ബിയും കൊടുത്തു. എമ്മയ്ക്ക് ടാസ്ക് ബി കൊടുത്തു, അന്നയ്ക്ക് ടാസ്ക് എ കൊടുത്തു. അന്നയ്ക്കാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ഇല്ല. അപ്പൊ എമ്മയ്ക്കാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ എമ്മ അത് പൂർത്തിയാക്കി. പക്ഷെ അന്ന ആ ഒരു ഇത് പൂർത്തിയാക്കിയില്ല, അതായത് ആ ടാസ്ക് പൂർത്തിയാക്കിയില്ല. അത് എമ്മയ്ക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകി. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുത്. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഗോൾ ഫാസ്റ്റർ. നമ്മുടെ ഗോൾസ് ഉണ്ടാവും. അപ്പോൾ കുറെ ഗോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുപോലും മിസ് ആവാതിരിക്കണമെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ദെൻ അടുത്തതായിട്ട് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റിന്റെ ടിപ്സും സ്ട്രാറ്റജീസും ആണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ലിസ്റ്റ് ഔട്ട് ഓൾ ദ ടാസ്ക് യു ഹാവ്. നിങ്ങൾക്ക് ഒരാഴ്ചന്റെ ഒരു കണക്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ആഴ്ച ചെയ്ത് തീർക്കാനുണ്ട്.
പ്രോജക്റ്റ് എ ചെയ്യണം, പ്രോജക്റ്റ് ബി ചെയ്യണം, പ്രോജക്റ്റ് സി ചെയ്യണം, ഒരു ബുക്ക് വായിക്കാനുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, നിങ്ങളിപ്പം PG ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വർക്കിനോട് കൂടെ തന്നെ നിങ്ങൾ PG ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അസൈൻമെന്റ്സ് ഉണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടാസ്ക് ഒക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് വരുന്നത്, ഫസ്റ്റ് കാര്യം വരുന്നത്, ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അടുത്തതായിട്ട് സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ടു ഐഡന്റിഫൈ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക്, റെലവെന്റ് ആയിട്ടുള്ള ടാസ്ക്, ഏതൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ സമയം ഉപയോഗിക്കണം, വിനിയോഗിക്കണം എന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ABC മെത്തേഡ്. ഈ ഒരു ABC മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ഏതാണ്, ഏതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടാത്ത ടാസ്ക് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്തു തീർക്കുക, ഇത് എന്താണെന്ന് പറയാം ABC ടാസ്ക്. ഓക്കെ, A എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് ആണ്. അതായത് ടാസ്ക് A എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും, അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതുമാണ്, പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. അതാണ് A. B എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നോട്ട് അർജന്റ്, അതായത് ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്, പ്രാധാന്യമുണ്ട്, പക്ഷെ അതിനൊരു ഡെഡ് ലൈൻ ഒന്നുമില്ല. ഇപ്പൊ നേരത്തെ അത് ഞാൻ അടുത്തതിലേക്ക് വരാം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, അർജന്റ് അല്ല, കാരണം അതിനൊരു ഡെഡ് ലൈൻ ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അത് തീർക്കണം എന്നില്ല, അങ്ങനത്തെ ടാസ്ക് ആണ് B. ദെൻ സി എന്ന് പറയുന്നത് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്, അതായത് അത് അത്ര പ്രാധാന്യവും ഇല്ല, അതത്ര പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യവും അല്ല. അപ്പോൾ അതാണ് C എന്ന് പറയുന്നത്. ഇതാണ് ABC മെത്തേഡ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ ആട്ടോ ഇത്. അതിൽ ഈ പ്രോജക്റ്റ് 1, പ്രോജക്റ്റ് 2, പ്രോജക്റ്റ് 3, റീഡ് ബുക്ക്, ലേൺ ഇംഗ്ലീഷ്, PG അസൈൻമെന്റ്സ്, ഇതൊക്കെ. അപ്പൊ ഇതിൽ വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിന് ഓരോന്നും ABC എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് അതിനെ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് അതിനെ ABC എന്നുള്ള രീതിയിൽ തരം തിരിക്കുക എന്നുള്ളതാ. അതായത് ഇപ്പൊ പ്രോജക്റ്റ് 1 അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്, പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. കാരണം അതിന് നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ വരുന്ന മൺഡേക്കുള്ളില് അത് ഫിനിഷ് ചെയ്യണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് പ്രോജക്റ്റ് 1 A എന്ന് പറയുന്നത്. ദെൻ പ്രോജക്റ്റ് 2 B ആണ് കൊടുത്തത്. കാരണം അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, അതായത് ഒരു ഡെഡ് ലൈൻ ഇല്ല, ഒരു പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് പ്രാധാന്യമുണ്ട് അതിന്. അത്തരം ടാസ്ക് ആണ് B. അപ്പൊ അതിനെ നമ്മൾ B എന്ന കാറ്റഗറിയിൽ പെടുത്തി. ദെൻ പ്രോജക്റ്റ് 3 വരുന്നത് C എന്ന കാറ്റഗറിയിൽ. C എന്ന കാറ്റഗറി എന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യോ, C എന്ന കാറ്റഗറി എന്തായിരുന്നു? Not important, not urgent. യെസ്, ഗ്രേറ്റ്. നോട്ട് ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് ഏർജന്റ്, അതായിരുന്നു C. അപ്പൊ അതായത് അത് അത്രത്തോളം പ്രാധാന്യമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നതും ഇല്ല. ദെൻ അടുത്തതായിട്ട് റീഡ് ബുക്ക്. നമുക്ക് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് പ്രാധാന്യമുണ്ട്, പക്ഷേ അതിന് ഇന്ന ടൈമിന്റെ ഉള്ളിൽ വായിച്ച് തീർക്കണം എന്ന് നമ്മളോട് ആരും പറയുന്നില്ല. കാരണം ഈ ഒരു ഇത്രയും കാര്യം നമുക്കുള്ള സമയത്ത് നമുക്ക് അത് വേണമെങ്കിൽ B എന്ന കാറ്റഗറിയിലേക്ക് മാറ്റാവുന്നതാണ്. ദെൻ ലേൺ ഇംഗ്ലീഷ്. പെട്ടെന്ന് നിങ്ങൾ ഒരു ബുക്ക് വായിച്ച് തീർക്കണം, അതായത് ഇപ്പൊ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വായിച്ച് തീർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് B എന്ന കാറ്റഗറിയിൽ പെടുത്താം. ദെൻ അടുത്തതായിട്ട് വരുന്നത് ലേൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. അത് നമുക്ക് കുറച്ചും കൂടി
പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല, അല്ലെങ്കിലും ഈ ഒരു ടാസ്കുകളുടെ ഇടയിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അല്ല. ഒരു ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് കുറച്ച് ടൈം എന്തായാലും പിടിക്കും അല്ലെ, കുറച്ച് ടൈം എടുക്കും അതിന് എന്തായാലും. അപ്പൊ അതിന് നമ്മള് ബി എന്ന കാറ്റഗറിയിൽ പ്രാധാന്യമുണ്ട്. അത് കാരണം അത് കരിയറിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലൊക്കെ ആണെങ്കിലും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. നാളെ തന്നെ നീ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവണേ എന്ന് നിങ്ങളോട് ആരും പറയുന്നില്ല. അപ്പൊ അതിനെ നമുക്ക് ബി എന്ന ഇതിൽ ഉൾപ്പെടുത്താം. ദെൻ അടുത്തതായിട്ട് വരുന്നത് PG അസൈൻമെന്റ്സ് ഒക്കെ ആകുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻ ഉണ്ടാവും അല്ലെ. നിങ്ങളിപ്പം ഇപ്പൊ ജൂലൈ 30-ന് മുമ്പ് നിങ്ങൾ ഈ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെഡ് ലൈൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം അത് കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ അതിന് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഇത്രയും പറഞ്ഞ ഭാഗങ്ങള് മനസ്സിലായെങ്കിൽ, ഇല്ലെങ്കിൽ തുറന്നു പറയാട്ടോ, നമുക്ക് ഒന്നും കൂടി ഒന്ന് പറയാം, കുഴപ്പമില്ല. ഞാനൊന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം. മനസ്സിലായിട്ടുണ്ടോ? ഇത് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ ആണ് മാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, അപ്പം അടുത്തതായിട്ട് വരുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു ദിവസത്തില് 60%, 24 hours ഉണ്ടാവും നമുക്ക്. അതിൽ 60% സമയവും നമ്മൾ എ എന്ന ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 60% സമയവും എ കാറ്റഗറിയിൽ വരുന്ന ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ദെൻ ബാക്കി വരുന്ന 25%, അതായത് അതും പ്രാധാന്യമുണ്ട്, പക്ഷെ അത്രത്തോളം അർജന്റ് അല്ല, അത് ബി എന്ന ടാസ്കുകൾക്ക്, ബി എന്ന കാറ്റഗറിയിൽ വരുന്ന ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദെൻ വരുന്നത് 15% ആണ്. ഒരു ദിവസത്തിലെ 15% സി എന്ന ടാസ്കുകൾക്ക്, കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ അർജന്റും അല്ല. അപ്പൊ അത് 15% സി എന്ന ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ 24 hours ഈ ഒരു സമയത്തെ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക ഒരു ദിവസം. ഓക്കെ, അതായത് ഡെഡ് ലൈൻ ഉള്ള ടാസ്ക് ആയിരിക്കും എയിൽ വരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും, അതിന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം എന്ന്. അപ്പൊ അത് 60% അതിനു വേണ്ടി കൊടുക്കാം. 25% നമ്മൾ കൊടുക്കുന്നത് പ്രാധാന്യമുണ്ട്, പക്ഷെ എന്ന ഡേറ്റിന്റെ ഉള്ളിലേ ഫിനിഷ് ചെയ്യാവൂ എന്നില്ല. അത്തരം കാര്യങ്ങൾക്ക് ബി എന്ന ടാസ്കിന്റെ ഇതിൽ 25% സമയം ഉൾപ്പെടുത്താം, യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഒരു ദിവസത്തിന്റെ 25% സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വർക്കിനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ സി എന്നത് 15% സമയം സിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മതി. ഓക്കെ, ഇനി കുറച്ച് മറ്റു ടിപ്സും കൂടി ആട്ടോ പറഞ്ഞു വരുന്നത്. ലേൺ ടു സേ നോ. അതായത് നമ്മൾ നോ പറയാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ സമയം പോകുന്ന വഴി അറിയില്ല. അപ്പൊ ഒരാള് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സമയത്ത് ചെയ്തു തീർക്കാണ്ടാവും. ആ സമയത്തായിരിക്കും വേറെ ആരെങ്കിലും വന്നിട്ട് മറ്റെന്തെങ്കിലും ഒന്ന് ഈ ഒരു ഇത് ചെയ്തു തരുമോ, എനിക്ക് ഈ ഒരു വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, ഇതൊന്ന് ഫിനിഷ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അവിടെ നിങ്ങൾ ഓക്കെ ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം ഫസ്റ്റ് വൺ വരുന്നത് ലേൺ ടു സേ നോ. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് യൂസ് 2 minute rule. എന്താണ് 2 minute rule? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 2 മിനിറ്റിന്റെ ഉള്ളിൽ വരുന്ന ടാസ്കുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഇമെയിൽ അയക്കണം, അതപ്പോ 2 മിനിറ്റിന്റെ ചുവടെ വരും. അത്
നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തേക്കുക. അതിന് നമ്മൾ കൂടുതൽ സമയമോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. 2 മിനിറ്റിന്റെ താഴെയാണോ ഒരു ടാസ്ക് വരുന്നത്, ചെയ്യാനുള്ള ഒരു പ്രവൃത്തി വരുന്നത്, അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡു ഇറ്റ് നൗ, ഇപ്പൊ തന്നെ ചെയ്തു വെക്കുക. അതാണ് 2 മിനിറ്റ് റൂള് പറയുന്നത്. ദെൻ 2 hour ടൈം ബ്ലോക്കിംഗ്, അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക്, അതിനെ ഓരോ ടാസ്കിനും 2 hour ബ്ലോക്ക് ചെയ്ത് വെക്കുക. ആ സമയത്ത് നിങ്ങൾ കഴിയുന്നതും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതായത് 10 മണി മുതൽ 12 മണി വരെ ഞാൻ ടാസ്ക് എക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കും, സമയം യൂട്ടിലൈസ് ചെയ്യും, ചെലവാക്കുന്നല്ല യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അത് ആ രീതിയിൽ എഴുതി വെച്ചിട്ട് ആ സമയം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ദെൻ ഡെലിഗേറ്റ്, നിങ്ങൾ ചെയ്യേണ്ടതല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റാരെങ്കിലും ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് വേറെ ആരെയും ഏൽപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറേ ഓഫീസിൽ കുറെ വർക്ക് ഫിനിഷ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ അതേ ദിവസം തന്നെയാണ് മകന്റെ സ്കൂളിൽ പോകാനുള്ളതും. അപ്പൊ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് നിങ്ങൾക്ക് പറയാം അതൊന്ന് അതായത് മകന്റെ സ്കൂളിൽ പോകാൻ. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റാരെയും കയ്യിൽ മറ്റാരെ കൊണ്ടേ അത് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ ചില ടാസ്ക് ആയിരിക്കും, എന്തെങ്കിലും പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധം കാണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അത് പെർഫെക്ഷനിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അധികം കാണുന്നൊരിത്, ഓക്കെ, പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ കാണുന്ന ഒരു ടെൻഡൻസി എന്താന്ന് വെച്ചാല് അത് പെട്ടെന്ന് തന്നെ അവര് അതായത് പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും. അപ്പോൾ അത്ര ഒരു ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അത് മാക്സിമം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് എടുത്ത കാര്യങ്ങള് നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത്? ഓക്കെ, രണ്ടുപേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വരാവോ, മുന്നോട്ട് വരാവോ? ഹലോ, ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരൂ. ഷൈനി മാം, ബഷീർ സർ, ബിൻസി മാം, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് മാം പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ജസ്റ്റ് 2 പോയിന്റ്സ് എങ്കിലും ഒന്ന് പറയാം. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ, മണി സർ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് പറഞ്ഞത്. അപ്പോൾ അത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാനും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിക്കാനും ഈ ടൈം മാനേജ്മെന്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സേ നോ പറയാനും 2 മിനിറ്റ്സ് റൂളും 2 ഹവറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ ഒരാളും കൂടെ ഒന്ന് സംസാരിക്കാവോ? ഹായ് അഞ്ജിത. ഓക്കെ, അഞ്ജിത ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. സിന്ധു വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ഓള് പറഞ്ഞൊരു 3 കണ്ടന്റ് പറഞ്ഞത് വാട്ട് ഈസ് ദ ടൈം മാനേജ്മെന്റ്, ബെനിഫിറ്റ്സ് ഓഫ് ടൈം മാനേജ്മെന്റ് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇതാണ് ഇപ്പൊ പറഞ്ഞതിലത്തെ കാര്യം. പിന്നെ പറഞ്ഞത് ഇമ്പോർട്ടന്റ് അർജന്റ്, ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ്.
അതിനെ ശതമാനങ്ങളാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് A 60%, B 25%, C 15%. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഞാനിന്ന് നമ്മളിന്ന് ആരോടെങ്കിലും BMagicലൊന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങള്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അയ്യോ സമയമില്ല, എടുത്ത വഴിക്ക് ആദ്യം വരാം, അയ്യോ സമയമില്ല. അപ്പൊ ഞാൻ ചോദിച്ച് എന്തെങ്കിലും ഈ സമയമില്ല പറഞ്ഞത്, എല്ലാവർക്കും തന്നിട്ടുള്ളത് 24 മണിക്കൂറാ. ഈ 24 മണിക്കൂറല്ലേ എനിക്കുള്ളൂ. ഞാനും നിങ്ങളെ പോലെ ഇപ്പൊ അംഗൻവാടി ടീച്ചറോടാണ് പറയണെങ്കിൽ അവരിങ്ങനെ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളെ പോലത്തെ ടീച്ചർ തന്നെയാണ്. ഞാൻ ഇതിൽ കയറി ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റണില്ല? അത് രാവിലെ എണീക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കാൻ പറ്റില്ല. അപ്പൊ ഈ ടൈമില്ല എന്ന് പറയണത് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ ഈ ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അറിയണില്ല എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയോട് കൂടി നമ്മൾ നല്ല ഒരു ടൈം ടേബിൾ വെച്ച് നമ്മൾ ചെയ്യാതാണ് നമുക്ക് ഇഷ്ടം പോലെ സമയം നമുക്ക് ബാക്കി വരും. പക്ഷെ അതാരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഒന്നും കൂടി മോള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അതിലെന്തൊക്കെയാണ് ഓരോ ദിവസം നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 48ാമത്തെ വയസ്സിലാണ് ഞാൻ ആ +1 +2 ഞാൻ എഴുതിയത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഞായറാഴ്ച കിട്ടിയ ഞായറാഴ്ച ഞങ്ങൾക്ക് ക്ലാസ്സിന് പോകണം. ഇനിയിപ്പോ ഒരു സെക്കൻഡ് സാറ്റർഡേ സൺഡേയും കിട്ടിയാലും ആ 2 ദിവസവും ക്ലാസ്സിന് പോകണം. അതിന്റെ കൂടെ അവര് തരുന്ന അസൈൻമെന്റ്സ്, അവര് തരുന്ന റിപ്പോർട്ട്സുകൾ, നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക, എന്തെല്ലാം കാര്യങ്ങള്. അതിന്റെ ഇടയിൽ കൂടെ അംഗൻവാടി ജോലികള്, വീട്ടിൽ വന്ന വീട്ടിലെ ജോലി. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ആ +1 +2 പാസ്സായത് 48ാമത്തെ വയസ്സിൽ. അപ്പൊ നമ്മളെ കൊണ്ട് വിചാരിച്ച സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ നമുക്ക് എന്തായാലും അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളത് ഷുവറാണ്. അപ്പൊ അത് ഓരോരുത്തർ ചിന്തിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ മോളെ, നല്ല ക്ലാസ് ആയിരുന്നു. അതിനേക്കാൾ ഉപരി ഒന്നും കൂടി എനിക്ക് തന്നെ മോളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പറയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും വരണം, നല്ല ടോപ്പിക്. തീർച്ചയായിട്ടും. ഓക്കേടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ദെൻ അഞ്ജിത മാം, ഇന്നത്തെ സെഷൻ എടുത്ത് തന്നതിന് താങ്ക് യു സോ മച്ച് മാമിന്റെ. ഇനിയും നല്ലൊരു സെഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടി ഒരു ടൈം എടുത്ത് തന്നതിനും താങ്ക് യു സോ മച്ച്. ദെൻ താങ്ക് യു സോ മച്ച്. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു BMagic ആൻഡ് ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും ഇത്രയും നേരം വെയിറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറച്ച് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. താങ്ക്സ് ലോട്ട് വിപിൻ ദാസ്, ദിവ്യ ദിനോജ്, എക്സലന്റ് ക്ലാസ്, ഷെയ്നി, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി. ഞാനും കുറച്ച് നെർവസ് ആയിരുന്നു ഇന്ന്. കാരണം എന്താന്ന് വെച്ചാല് കുറച്ച് ടൈം ഇതായി, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനും കുറേ സമയം എടുത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. മേ ബി അത് റിഫ്ലക്റ്റ് ആയിരിക്കാം. ഓക്കെ ഓക്കെ. ഇനിയും നല്ലൊരു ക്ലാസ് എടുക്കാൻ മാമിനെ കൊണ്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ടു. Thank you. താങ്ക് യു സോ മച്ച്. സവിത, രജേഷ്, താങ്ക് യു.